സാധാരണ പറയുന്നത് പോലെ തന്നെ ഭാഗവതാദി പുരാണങ്ങളൊക്കെ സൂത ശൗനക സംവാദ രൂപേണയാണ് വരണത്. അതിൽ ശൗനകാദി മഹർഷിമാര് നടത്തുന്ന യാഗശാലയിലേക്ക് കടന്നു വരുന്ന സൂത പൗരാണികനെ വളരെ സ്നേഹാദരപൂർവം സ്വീകരിച്ച് ആനയിച്ച് ശ്രേഷ്ഠമായ ഒരു പീഠത്തിൽ ഇരുത്തിയെന്ന. ശശിചേട്ടാ, ശശിചേട്ടോ, ആ ടേബിൾ അവിടെ നിന്ന് എടുത്തൊന്ന് മാറ്റിക്കേ. നമ്മുടെ അനിലിനെ കൂടെ വിളിച്ച ആ ടേബിൾ ഒന്ന് മാറ്റി എടുത്ത് വെളിയിലോട്ട് എടുത്തോട്ടെ. ഇന്നീ വെളിയിൽ തൊട്ടല്ലേ അവിടെ തൊട്ട്. അരിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ എടുത്ത് ഇവിടെ ഈ മൂലക്കോട്ട് പോയി, പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു മൂലക്കോട്ട് പോയി, ഇവിടെ ഒരു മൂലക്കോട്ട് പോയി. ബാക്കി പിന്നെ നമുക്ക് വൈകുന്നേരം സെറ്റ് ചെയ്യാം. അതവിടോട്ട് മാറ്റി. അപ്പോ ശൗനകാദി മഹർഷിമാർ നടത്തുന്ന യാഗശാലയിലേക്ക് കടന്നു വരുന്ന സൂത പൗരാണികനെ വളരെ സ്നേഹാദരപൂർവ്വം സ്വീകരിച്ച് ആനയിച്ച് ശ്രേഷ്ഠമായ പീഠത്തിലിരുത്തി. തിരിഞ്ഞിരുന്നോളൂ, ഇങ്ങോട്ട് നോക്കിയിരുന്നോളൂ. എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ? എന്നെ കണ്ട് പേടിച്ചിട്ടാ? ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, അങ്ങോട്ട് തിരിക്കുന്നില്ല. നേരെ കസാര നേരെ ഇട്ടിരി. അപ്പോ അങ്ങനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയ സൂത പൗരാണികൻ ശ്രീ വേദവ്യാസ മുനിയുടെ ശിഷ്യന്മാരിൽ ശ്രേഷ്ഠനായ ഒരുവൻ. എവിടെയൊക്കെയാണോ സജ്ജനങ്ങള് അല്ലെ സൽക്കർമ്മങ്ങൾ നടക്കുന്നത് അവിടെയെല്ലാം ഈശ്വര കഥകളെ പറഞ്ഞ് മറ്റുള്ളവരെ ഈശ്വരീയമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നവനാണ് സൂതൻ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെയുള്ള ശ്രമം അതാണ്. ആരെയെങ്കിലുമൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ശ്രമം. പക്ഷേ മുക്കാലും ഒന്നും കാരണം ഇതൊന്നും ആർക്കും വേണ്ട. അതാണ് അവസ്ഥ. ഈശ്വരീയമായ കർമ്മങ്ങൾ നടത്തുന്നതൊന്നും ആർക്കും വന്നിരിക്കാൻ നേരമില്ല. ആശുപത്രി കിടക്കാൻ നേരമുണ്ട് അല്ലെ? എത്ര ദിവസം വേണേലും ആശുപത്രി കിടക്കാം. കൂട്ടിരിക്കാനും ആളിനെയും കിട്ടും അല്ലേ? അന്നേരം ലീവ് കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. കല്യാണത്തിന് പോകാനും അവധി കിട്ടും. പക്ഷെ 8-9 ദിവസം അല്ലെ 7 ദിവസം വന്ന് ഇവിടെ വന്നിരുന്നു കൊണ്ട് ഈ ഒരു സൽക്കർമ്മത്തിൽ പങ്കാളികളായിക്കൊണ്ട് അതിന്റെ പുണ്യത്തെ നേടാൻ നമുക്ക് എന്തോ ഇല്ല, നേരെയില്ല. ഇപ്പൊ പിന്നെ അമ്മൂമ്മമാരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ നല്ലൊരു ജോലി ഇപ്പൊ എന്തുവാ? കൊച്ചുമക്കളെ നോട്ടോ. അതുകൊണ്ട് അമ്മൂമ്മമാരെ കുറ്റം പറയാൻ പറ്റൂല. അവരോട് പറയാൻ പറ്റുമോ ഇവിടെ കൊച്ചുങ്ങളെ എവിടെ ഇട്ടു വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇങ്ങനെ ഓരോരോ പ്രശ്നം ഈ പ്രാരബ്ധത്തിൽ കിടന്ന് നമ്മളിങ്ങനെ ഉഴലുക. എന്തെല്ലാം ചെയ്തിട്ടും സുഖമാണേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി നടന്ന് അവസാനം ചെന്ന് എടുത്തു വെക്കുന്നത് എല്ലാം എന്തോന്നാണ്? ദുഃഖമേ ഉള്ളൂ ഇല്ലേ? ഏതെങ്കിലും ഇത്രയും കാലം നേടിയെടുത്തതിൽ എന്തെങ്കിലും സുഖം നൽകിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും സുഖം നൽകിയിട്ടില്ല. ഇപ്പൊ അതുകൊണ്ട് പെമ്പിള്ളേരൊക്കെ കല്യാണം കഴിക്കാതെ നടക്കുവാനാണ് പറയുന്നത്. കാരണം അവർക്ക് കല്യാണം വേണ്ട. അത്രേ എന്തിനാ ഇങ്ങനെയുള്ളതിനെയൊക്കെ പിടിച്ച് തലയിൽ വെച്ചിട്ടുള്ള ജീവിതം കോഞ്ഞാണ്ടിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പെമ്പിള്ളേരൊക്കെ നടക്കുന്നത്. അവരിപ്പോ ചെറുക്കന്മാരെ നോക്കണ പോലും ഇല്ല. അതുകൊണ്ട് എന്തുമാത്രം ചെറുക്കന്മാരാ ഇപ്പൊ നിൽക്കണേ. കാരണം ഈ ജീവിതത്തിലെ പ്രാരബ്ധമേ ഉള്ളൂ. പക്ഷെ വേറൊരു പ്രശ്നം എന്താ വെച്ചാല് അവരുടെ ജീവിതത്തിൽ വേണ്ടതായ ഒരു മാർഗത്തിലേക്ക് അവരെത്തുന്നില്ല. ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ട് വേറെ വഴിക്കാണ് അവർ പോണത്. അവിടെയാണ് പ്രശ്നം. വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു വസ്തുവിനെ ഒരു തരത്തിലും ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാ കാര്യം. പക്ഷെ വേറൊരു വഴിക്ക് പോയി ആശ്രയിക്കുമ്പോഴാണ് അവിടെയാണ് ജീവിതത്തിൽ അധപ്പതനം ഉണ്ടാവുന്നത്.
കാരണം ജീവിതത്തിൽ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങൾ എന്ത് സ്വീകരിച്ചാലും ശരി, അതെല്ലാം തരുന്നത് ദുഃഖമേ തരുള്ളൂ. സത്യമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള വിഷയങ്ങൾ ഏത് സ്വീകരിച്ചാലും, അത് ധനമായാലും കൊള്ളാം, ഗൃഹമായാലും കൊള്ളാം, അല്ലെങ്കിൽ ജീവിത പങ്കാളികളായാലും കൊള്ളാം, സന്തതികളായാലും കൊള്ളാം, ഏതൊന്നിനെ പ്രപഞ്ചത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ അത് തരണതെല്ലാം ദുഃഖമാണ്. ആത്യന്തികമായി ദുഃഖമേ തരൂ, അത് ഉറപ്പാണ്. പക്ഷെ അത് സ്വീകരിക്കാതിരുന്നാലുള്ള കുഴപ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തും. എന്തുകൊണ്ട്? ഇതിന്റെ സുഖം എന്താണല്ലേ ദുഃഖം എന്താണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ വന്നാൽ, അത് മറ്റൊരാൾ സ്വായത്തമാക്കണത് കാണുമ്പോൾ അറിയാതെ മനസ്സ് പെട്ടയ്ക്കാൻ തുടങ്ങും. ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരുടെ കൂടെ സ്ഥിരം മദ്യപാനി അല്ലാത്ത, അല്ലെ മദ്യം കഴിച്ചിട്ടില്ലാത്ത ഒരാൾ പോയാൽ എന്താ സംഭവിക്കുക? നാരായണ, എന്ത് സംഭവിക്കും? ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളെങ്ങനെ പറയാം? ഞങ്ങൾ അതിന് പോയിട്ടില്ല അല്ലേ? മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോൾ അവനും എന്ത് തോന്നും? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണെന്നറിയും. ഇതാണ് പ്രശ്നം. എന്നതുപോലെയാണ് ഇപ്പൊ ഈ ഗാർഹസ്ഥ്യ ജീവിതം വേണ്ട, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു തലത്തിലേക്ക് കടക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ മറ്റുള്ളവർ അതിനെ അനുഭവിക്കുന്നത് കാണുമ്പോൾ അറിയാതെ മനസ്സ് പെട്ടയ്ക്കും. ഇതെന്താണ് ഇത് എന്നൊന്നറിയാം. അപ്പൊ എന്ത് പറ്റും? ഇല്ല, വേണ്ട 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 എന്ന് പറഞ്ഞ് ഇരുന്ന് അവസാനം ചെന്ന് ചാടുന്നത് എവിടെങ്കിലും അഗാധ ഗർത്തങ്ങളിലായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടുന്ന് കരകയറാൻ സാധിക്കാതെ വരും. അത് വീണ്ടും ദുഃഖത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പൊ എന്നതുപോലെ ജീവിതത്തില് അനുഭവിക്കണതൊക്കെ ദുഃഖമാണെങ്കിലും നമ്മൾ ഇതിനെയെല്ലാം അനുഭവിച്ചറിഞ്ഞു പോകണം. കാരണം പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ പുനർസൃഷ്ടികൾ ഉണ്ടായേ പറ്റൂ, ഇല്ലേ? ഒരു വൃക്ഷം മുറിക്കുമ്പോൾ വേറൊരു വൃക്ഷം നടണം എന്ന് പറയുന്നതിന് ആ പ്രപഞ്ചത്തിന്റെ ആ സ്ഥിതിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നതുപോലെ നമ്മുടെ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ വരും തലമുറകളിൽ സന്തതികളെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അല്ലെ പൂർവികരുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ ആൾക്കാരും ഇതുപോലെ ഇനി ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ച പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താവും? ശരിയല്ലേ? അപ്പൊ ജീവിതത്തിൽ ഉണ്ടാവുന്ന സുഖദുഃഖാദികളാണെങ്കിലും അതിനെ എങ്ങനെ നേരിടണം എന്നൊരു ബോധം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും. ദുഃഖമായതുകൊണ്ട് അതിലേക്ക് പോണില്ല എന്നല്ല, അതിനെ തരണം ചെയ്ത് ജീവിക്കുവാനുള്ള മാനസികമായ കരുത്ത് നേടിയെടുക്കുമ്പോഴാണ് അത് ജീവിത അർത്ഥപൂർണമാവുക. അതിനാണ് ഇത്തരത്തിലുള്ള ആധ്യാത്മികമായ ചിന്തനങ്ങള് കൂടുതലും, അല്ലെ ഈശ്വരീയമായ ചിന്തകൾ കൂടുതലും ആ മനസ്സിന് കരുത്തു പകരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ധാരണ അമ്പലത്തിൽ വന്ന് കുറെ കരഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിച്ചു പോകണം, വലിയ അമ്മയുടെ കാലെ പിടിക്കണം, അമ്മയെ ചാക്കിടണം, അമ്മയ്ക്ക് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് എന്തെങ്കിലും ഇച്ചിരിയും കൊടുത്ത് വെച്ച് ഒത്തിരി നേടണം, അല്ലേ? നമ്മളെങ്ങനെയാണ് 50 രൂപയുടെ പാൽപ്പായസം കൊടുത്ത 50,000 രൂപയുടെ കാര്യം സാധിക്കുന്ന പാർട്ടീസാണ് നമ്മള്, അല്ലേ? നമ്മളിവിടെ 50 രൂപയുടെ പാൽപ്പായസം കൊടുക്കുന്നിട്ട് 50,000 രൂപയുടെ കാര്യം സാധിച്ചോണ്ട് പോകും. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല വശത്തോട്ട്. നമ്മളങ്ങനെയാ. ഇങ്ങനെ അതിനല്ല സത്യത്തിൽ ക്ഷേത്രം, അതിനല്ല. ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷതാൽ ത്രായത്തെ, ഇത് ക്ഷേത്ര എന്ന് പറയുന്നത് മനസ്സിനെ ഉദ്ധരിച്ചെടുക്കാൻ വേണ്ടിയുള്ള സങ്കേതമാണ് ക്ഷേത്രം. അത് നമുക്ക് മാനസികമായി കരുത്തിനെ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന ഈ പ്രാപഞ്ചികതയില് എങ്ങനെ മനസ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് മനസ്സിന് കരുത്ത് പകർന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും, അല്ലെ അതിന് തക്കതായ മനക്കരുത്തിനെ നേടിയെടുക്കാനുള്ള ഇടമാണ് ക്ഷേത്രം. അല്ല വന്നിന്ന് കരഞ്ഞു കൂവി കണ്ണീര് ഒലിപ്പിച്ച് ഇരുന്ന് കവന്ന് കിടക്കാനുള്ള സ്ഥലമല്ല. പിന്നെ അതിന്റെ കൂടെയുള്ള കാര്യങ്ങളാണ് ഈ കാര്യസാധ്യം എന്ന് പറയുന്നത്. അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഇപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്താലും ചില കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റണില്ല. ഉണ്ടോ? ഉണ്ടോ? എന്താ നേടാത്ത? എന്തെല്ലാം വഴിപാട് നടത്തിയാലും ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണില്ല. എന്തുകൊണ്ടാ? അത് മനസ്സിക്കാവിലമ്മയ്ക്ക് ശക്തിയില്ലാത്തതുകൊണ്ട്.
അല്ല, അത് നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് നേടേണ്ടതായിരിക്കുന്ന വസ്തുതകൾ എന്തുണ്ടോ അതിനെ നാം നേടിയിരിക്കും. അല്ലാത്തത് എന്ത് തലകുത്തി മറിഞ്ഞാലും നേടില്ല. ഇനി സപ്പോസ് ഈ പറഞ്ഞ പോലെ ചിലയിടത്ത് ചെന്ന് കഴിയുമ്പോൾ ആ കാര്യം സാധിക്കും, പക്ഷെ അത് ശാശ്വതമായി നിലനിൽക്കില്ല. അർഹതയില്ലാത്തതിനെ പിടിച്ചു പറിക്കുമ്പോൾ അത് അധികകാലം നിലനിൽക്കില്ല. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും പ്രപഞ്ചത്തിൽ നിലനിൽക്കുക. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനകളായാലും അല്ലെ നമ്മൾ പറയുന്ന വാക്കുകളായാലും ഇതെല്ലാം പ്രപഞ്ചത്തിൽ നിലനിൽക്കും. നിരന്തരമായി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ ഉച്ചത്തിൽ നാമം ജപിച്ചു നോക്കൂ. ഉച്ചത്തിൽ ജപിക്കണം, നാമം ജപിക്കണം. ഒരേ സ്ഥലത്തായിരിക്കണം, ഒരേ സമയക്രമമായിരിക്കണം. ഒരു 41 ദിവസം നമ്മൾ ആ ഒരേ സ്ഥാനത്തിരുന്ന് ഒരേ സമയത്ത് ഒരേ നാമം ജപിക്കുകയാണെങ്കിൽ 42-ാം ദിവസം നമ്മൾ അറിയാതിരുന്ന് വിറയ്ക്കും. എന്താ കാര്യം? അവിടെ അത്രയും ദിവസത്തെ ആ ഉച്ചത്തിലുള്ള നാമജപം, ആ അക്ഷരങ്ങള് ആ സ്ഥലത്ത് പ്രൊജക്ട് ചെയ്ത് അങ്ങനെ നിർത്തുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി നമ്മുടെ ശരീരത്തെ സ്വാംശീകരിക്കും. അന്നേരമാണ് നമുക്ക് തോന്നുന്നത് ദേവി ശരീരത്ത് കയറിയോ എന്നൊരു തോന്നൽ ഉണ്ടാവും. ഒരു വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനകത്തേക്കായി പോകും. അതാണ് മെഡിറ്റേഷൻ ശരിക്കും. അല്ലാതെ കണ്ണുടച്ചു എന്നും പറഞ്ഞിരുന്നാൽ മെഡിറ്റേഷൻ ആവില്ല. പുറത്തൂടെ പറയുന്നതും പോണതും കേൾക്കുന്നതും എല്ലാം നമ്മൾ അറിയുകയും ചെയ്യും. കണ്ണു അടച്ചിരിപ്പുണ്ട് താനും, ശ്വാസവും പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. എപ്പോഴാണോ നമ്മൾ ആ ഒരു വസ്തുവിലേക്ക് ലയിക്കുന്നത് അതാ മെഡിറ്റേഷൻ. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരു വസ്തുവിലേക്ക് നമുക്ക് ലയിച്ച് ചേരാൻ പറ്റണോ അതാണ് മെഡിറ്റേഷൻ. അത് ഇവിടെ വന്ന് നിന്നാലും ശരി, നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഭഗവതിയുടെ രൂപത്തെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിയെ ലയിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഗുണകരമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ ക്ഷതത്തെ ത്രാണനം ചെയ്തു മനസ്സിനുണ്ടാകുന്ന ക്ഷതത്തെ അവിടെ നിന്ന് ഉയർത്തി മനസ്സിനെ കരുത്തു പകരുന്ന ഇടമാണ് ക്ഷേത്രം. അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകും. പക്ഷെ നമുക്കിന്ന് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണില്ല, ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കാര്യം സാധിച്ച് എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് കൊണ്ടുപോകാനുള്ള ഒരു ഇടമായിട്ട് ക്ഷേത്രം മാറി. അവിടെയാണ് അധപ്പതനം ഉണ്ടായത്. നമുക്ക് ഒന്നിച്ചുകൂടിയിരുന്ന് നാമസങ്കീർത്തനങ്ങൾ ജപിച്ച് അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ച് നമ്മൾ വീണ്ടും നേടേണ്ടതായ കരുത്തിന് പകരം നമ്മൾ കാര്യസാധ്യത്തിനുള്ള ഇടങ്ങളാക്കി നമ്മൾ കൂടുതലും ക്ഷേത്ര സങ്കേതങ്ങളെ മാറ്റി. എന്ന് വെച്ച് നാളെ മുതൽ വന്ന് പ്രാർത്ഥിക്കരുതെന്നോ പറയരുതെന്നോ എനിക്ക് ഇന്ന കാര്യം നടത്തി തരണമെന്ന് പറയരുതെന്നോ അല്ല പറഞ്ഞതിനർത്ഥം. വഴിപാടുകൾ നടത്തരുതെന്നോ അല്ല പറയുന്നതിനർത്ഥം. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ കരുത്തു പകരാൻ വേണ്ടിയിട്ടാവണം ഇതെല്ലാം. അല്ലേ അധപ്പതിച്ചു. അപ്പൊ എന്തായാലും അതുകൊണ്ട് സൂത പൗരാണികൻ എന്ന് പറയുന്നത് ഈശ്വരീയമായ നാമങ്ങളെ എവിടെയാണോ സജ്ജനങ്ങളുള്ളത് അല്ലെങ്കിൽ ഈശ്വരീയമായ കഥകളെ കേൾക്കാൻ താല്പര്യമുള്ളവർ എവിടെ ഉണ്ടോ അവിടെ ചെന്നിരുന്ന് ഈശ്വരീയമായ കഥകളെ പറഞ്ഞു കൊടുത്തവരെ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നവനാണ് ആര്? സൂതൻ എന്ന് പറയുന്നത്. പിന്നെ ഒരർത്ഥം തേരാളി എന്നൊരർത്ഥമുണ്ട്. അത് നമ്മുടെ ബുദ്ധിയാണ് ആ കാണിക്കുന്നത്. ഭഗവാന്റെ ഗീത സന്ദേശ ചിത്രം നോക്കിയാൽ 5 കുതിരകളും തേരും ഭഗവാനും അർജുനും ഒക്കെ നമ്മളിൽ തന്നെ നിലനിൽക്കുന്ന സ്വരൂപങ്ങളായിട്ട് നോക്കുമ്പോൾ അതിന്റെ തേരാളി സൂതൻ എന്ന് പറയുന്ന ഭാഗം ഭഗവാനാണതാണ്. ശുദ്ധമായ ബുദ്ധി, സത്വമായ ബുദ്ധി. ആ ബുദ്ധി ആയിരിക്കണം നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കണത്. ഇപ്പൊ നമ്മളെ നിയന്ത്രിക്കണത് മുഴുവൻ ആരാ? ബുദ്ധിയാണോ? ആണോ? ആണോ? അതൊന്നും വേണ്ടില്ല. ഇപ്പൊ നമ്മളെ നിയന്ത്രിക്കണത് ആരാ? ബുദ്ധിയാണോ? അല്ല. നമ്മളെ നിയന്ത്രിക്കണത് മനസ്സാണ്. കാരണം മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ പോണേ. അല്ലേ? എന്റെ മനസ്സ് പറഞ്ഞു അങ്ങോട്ടൊന്ന് പോണമെന്ന് എന്നല്ലേ പറയാറ്? ആണോ? അല്ലേ? ആന്നു. അപ്പൊ ബുദ്ധി എവിടെ പോയി? ബുദ്ധി അവിടെ എന്ത് ചെയ്യണില്ല? വർക്ക് ചെയ്യണില്ല. മനസ്സിന് അടിമപ്പെട്ടു പോയാൽ ജീവിതം അധപ്പതിക്കും.
കാരണം മനസ്സ് വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോണ സാധനം അല്ലേ? മനസ്സ് വികാരത്തിനെ സൃഷ്ടിക്കുന്നതാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സിന് അടിമപ്പെട്ടു പോയാൽ എന്ത് പറ്റും? പല പല അപകടങ്ങളോ അല്ലെങ്കിൽ അബദ്ധങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് അത് ബുദ്ധിയെ അധീനമാക്കിക്കൊണ്ട് വേണം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ. മനസ്സിന് ബുദ്ധി അധീനമാവരുത്, മനസ്സ് ബുദ്ധിക്ക് അധീനമാവണം. അതെന്താ അങ്ങനെ തിരിച്ചുപോയാലുള്ള വിഷയം? ഉദാഹരണം പറഞ്ഞാല് ചില ആൾക്കാർ പറയും, അന്നേരത്തെ എന്റെ ദേഷ്യത്തിന് ഞാൻ ഒരെണ്ണം കൊടുത്ത, അല്ലെങ്കിൽ അവരുടെ കുത്ത് കൊടുത്ത, പക്ഷെ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അത് ചെയ്യില്ലായിരുന്നു. അപ്പൊ ആലോചിക്കാഞ്ഞത് ആരാ? ബുദ്ധിയാ. ആർക്കടിമപ്പെട്ടു പോയി? മനസ്സിനുണ്ടാകുന്ന വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയാൽ ബുദ്ധി വർക്ക് ചെയ്യാതെ. അപ്പൊ എന്ത് പറ്റും? നമ്മൾ പറയുന്ന വീണ്ടും വിചാരങ്ങള് ഇല്ലാതെയാവും. അതുകൊണ്ട് ഒരിക്കലും മനസ്സിന്റെ വികാരത്തിന് അടിമപ്പെട്ടല്ല പോവേണ്ടത്, ബുദ്ധിക്ക് അധീനമായിട്ട്, അല്ലെ ബുദ്ധിക്ക് അനുസരിച്ച് മാത്രമേ മനസ്സിനെ കൊണ്ടുപോകാവൂ. മനസ്സിന് അടിമപ്പെട്ട് ബുദ്ധിയെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ആ ബുദ്ധിയാകുന്ന ഭഗവാൻ, ആ ഭഗവാനാണ് അവിടെ സൂതൻ എന്ന് പറയുന്ന ഭാവം. അപ്പൊ എന്തായാലും അങ്ങനെ സൂത പൗരാണികൻ ഇവിടെ ശൗനകാദി മഹർഷിമാർ നടത്തുന്ന യാഗശാലയിലേക്ക് എത്തി. വേണ്ടവണ്ണം സ്വീകരിച്ച് ആനയെ ചുരുത്തി ചോദിച്ചു, ഹേ സൂത, അങ്ങ് എല്ലാ പുരാണങ്ങളും വേദങ്ങളും ഒക്കെ വ്യാസനിൽ നിന്ന് അഭ്യസിച്ചവനാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ യാഗങ്ങളൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വർഗം കിട്ടാനാണ് എന്നാണ് യാഗങ്ങളൊക്കെ ചെയ്യണത്. എന്ത് കിട്ടാനാ? സ്വർഗം കിട്ടാൻ. നമ്മളും വല്ലതൊക്കെ ചെയ്യുന്ന എന്തിനാ? എവിടെ പോനാ? നമുക്ക് എവിടെ പോനാ ഇഷ്ടം? സ്വർഗത്തിൽ പോവോ? പോവോ? എന്താ കാരണം? അങ്ങനെ ഒരു സ്ഥലം ഇല്ലാത്തോണ്ട്. ഉണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. സ്വർഗം എന്ന് പറയുന്ന സ്ഥലവും ഇല്ല, നരകവും ഇല്ല. ഇത് രണ്ടും എവിടാ? ഇവിടെ തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞേ, നരനായി ഇങ്ങനെ ആരോടാ പറഞ്ഞേ? തിരുവൈക്കമ്പാഴ് ശിവശംഭോ എന്ന് പറഞ്ഞു. എന്നിട്ട് എവിടുന്ന് കരകയറ്റാൻ പറഞ്ഞു? അല്ല, നരകത്തിൽ നിന്ന്. ഈ നരകം എവിടെയാ? നമ്മൾ ഇവിടെ ഇരുന്നോണ്ടാ പ്രാർത്ഥിക്കുന്നത്? അല്ല, നമ്മൾ എവിടെ ഇരുന്നോണ്ടാ പ്രാർത്ഥിക്കണേ? നരനായി ഇങ്ങനെ ജനിച്ച ഭൂമിയിൽ നരകവാരി നടുവിൽ ഞാൻ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേന്ന് പ്രാർത്ഥിക്കുന്ന എവിടെ ഇരുന്നോണ്ടാ? വീട്ടിൽ ഇരുന്നുണ്ട്. അപ്പൊ വീടെന്തുവാന്ന് നമ്മൾ സംഭവിച്ചു? നരകമാണ് സംഭവിച്ചു. അവിടെ താമസിക്കണതാരാ? നമ്മളാ. അപ്പൊ അവിടെ നരകമാക്കിയതാരാ? നമ്മളാ. എങ്ങനെ അവിടെ നരകമായേ? നമ്മുടെ പ്രവൃത്തി കൊണ്ട്. അപ്പൊ നമ്മുടെ പ്രവൃത്തി ശരിയായാൽ നരകം എന്തായിട്ട് മാറും? സ്വർഗമായിട്ട് മാറും. അപ്പൊ നമ്മുടെ പ്രവൃത്തി തരുന്ന ഫലമാണ് നമുക്ക് സ്വർഗവും നരകവും ഉണ്ടാക്കി വെക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ബോർഡ് വെക്കാറുണ്ടില്ലേ? ഇന്നടത്തിന്നാരി ഈ വീടിന്റെ ഇല്ലേ? ഇന്നും അങ്ങനെ വല്ലതും ഉണ്ടേ പോയി ഇളക്കി കളഞ്ഞേക്കണം. കാരണം നമ്മുടെ വീട്ടിൽ ഇവരാരും വരാൻ പോണില്ല. എന്താ കാരണം? നരകമായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തി എങ്ങനത്തെ. എപ്പോഴാണോ നമുക്ക് നമ്മുടെ വീട്ടില് ഞാനും ഈ വീട്ടിലുള്ളവരും ഞങ്ങളുടെ പ്രവൃത്തിയുമാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കാൻ പറ്റുന്നോ, അന്ന് മാത്രമേ പെരുന്നേലെ സുബ്രഹ്മണ്യനായാലും പനച്ചിക്കാവിലെ അമ്മയായാലും കൊടുങ്ങല്ലൂരെ ഭഗവതി, അത് പിന്നെ വരത്തില്ല. കാരണം നമ്മൾ അവിടെ ഉള്ളപ്പോൾ പ്രത്യേകിച്ച് ഇനി വരില്ല. കാരണം നമ്മളവിടെ ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ ഇത്തരത്തില് ഒരു ബോർഡ് കൊണ്ടും കാര്യം വരാൻ പോണില്ല. നമ്മുടെ പ്രവൃത്തിയും ചിന്തയും വാക്കും നന്നാവാത്തിടത്തോളം കാലം ബോർഡ് വെക്കാന്നുള്ളതേ ഉള്ളൂ, ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ നമുക്ക് സ്വർഗ നരകാദികളെ നൽകുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ. കർമ്മഫലങ്ങൾ എങ്ങനെയാവണമെന്ന് വെച്ചാൽ അതും മനസ്സിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഉദാഹരണം,
നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ പറയും. മറ്റുള്ളവര് സൂപ്പറായി എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറയും അതങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ല. അതുകൊണ്ട് എന്തു പറ്റി? മനസ്സിനങ്ങോട്ടൊരു സ്വസ്ഥതയില്ല. അപ്പൊ ആ സ്വസ്ഥത ഇല്ലാതായത് നമ്മുടെ കർമ്മഫലമാണ്, അല്ലെ നാം ചെയ്ത കർമ്മത്തിലുണ്ടായ പാകപ്പിഴയാണ്. അതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. ആ കർമ്മഫലത്തിന്റെ വ്യഥ അനുഭവിക്കുന്നത് മനസ്സാണ്, സുഖമായാലും അനുഭവിക്കുന്നത് മനസ്സാണ്. കാരണം ഇന്ദ്രിയങ്ങളിൽ കൂടി ഏതേത് വിഷയങ്ങൾ സ്വാംശീകരിച്ചു കൊണ്ടുവന്നാലും അതിന്റെ എല്ലാ സുഖദുഃഖാദികൾ അനുഭവിക്കുന്നത് മനസ്സാ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ആ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് പരമപ്രധാനം. ഒരാള് തൃപ്തനായി എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുമ്പോഴാണ് ഒരാള് തൃപ്തനാവണത്. മനസ്സിന് തൃപ്തി ഇല്ലാത്തിടത്തോളം കാലം ഒരു കാലത്തും ഒരു മനുഷ്യൻ എന്താവില്ല? തൃപ്തനാവില്ല. ഇവിടെ ഒന്നും വേറെ ഒന്നും സംഭവിക്കണില്ല. ഈ നരകം അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് ഹരിനാരായണ രണ്ടവസ്ഥയും മനസ്സിന്റെ ചിന്തകൾ അനുസരിച്ചാണ്. അപ്പൊ ഒരു കർമ്മം ചെയ്താൽ അതിന് മനസ്സുകൊണ്ട് തൃപ്തനായി എങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. തൃപ്തമായില്ല എങ്കിൽ അതുകൊണ്ട് നരകവും കിട്ടി. അതുകൊണ്ട് പുറത്തോട്ടെങ്ങും പോവണ്ട, അല്ലെ വേറെ എങ്ങും പോവാനും പറ്റില്ല. സ്വർഗ നരകാദികൾ എന്ന് പറയും. അപ്പൊ ശിവശംഭോ എന്ന് പറയുന്ന ആ ഒരു സ്വരൂപത്തോട് നരകത്തിൽ തന്നെ കരകയറ്റണമേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നർത്ഥം? നമ്മുടെ പ്രവർത്തികളെ നന്നാക്കി മനസ്സിന് സുഖമാകുന്ന വണ്ണം നന്നാക്കി എടുക്കുക. അപ്പൊ അവിടെ ആരിരിക്കും? ശിവൻ വരും. അല്ലേ വരാൻ പോണില്ല, അല്ലേ വെറുതെ കുത്തിയിരുന്ന് പറയാന്നുള്ളതേ ഉള്ളൂ. അവിടെ ആരും വരാൻ പോണില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പുറം മാറിയിരുന്ന അതിരി മാന്തുവാണെങ്കിൽ പല്ലം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെ മറ്റുള്ളവനെ എങ്ങനെ അവന്റെ കാല് വാരി നിലത്തടിച്ച് എനിക്ക് മണ്ടയ്ക്കോട്ട് കയറാമെന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഒരു ശിവനും വരാൻ പോണില്ല. ശിവൻ എവിടെ എന്ന് ആദ്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആ ശിവനോട് പറയുന്നത് വിഡ്ഢിതമല്ലേ എന്ന് ചോദിക്കുന്നത്. തിരുവൈക്കത്ത് വാഴുന്ന ശിവശംഭോ എന്ന് പറയുമ്പോൾ ആ വൈക്കത്തിരിക്കുന്ന ശിവൻ എവിടെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഏതൊരു സ്വരൂപത്തെയും ഉള്ളിൽ കാണുമ്പോൾ, അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് എന്താ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോ എന്തുകൊണ്ടാ? ആ മനസ്സിൽ കളിക്കുന്നത് ഉണ്ണികൃഷ്ണനാവുമ്പോ ഇന്നൊരു ഉണ്ണി പുറത്ത് ആവശ്യമില്ല. ആ ഉണ്ണിയെ തന്നെ ഉള്ളിൽ കണ്ട ആ ഉണ്ണിയിൽ കൂടി സുഖം അനുഭവിച്ചു തുടങ്ങിയാൽ പുറത്തുള്ള ഉണ്ണി കാണിക്കുന്നതൊക്കെ വികൃതിയായിരിക്കും, ഇല്ലേ? ഇപ്പോഴത്തേക്ക് പിള്ളേരോട് ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ഒരു തല്ല് കൊടുക്കാൻ ഇങ്ങോട്ട് പിടിച്ചാൽ നമ്മൾ വടിയെടുക്കുന്നതിന് പോകും, നമ്മളെ അടിച്ചേച്ച് പോവും, ഇല്ലേ? ആണോ അല്ലയോ? അപ്പൊ അതിലും ഭേദം ഉണ്ണി ഉള്ളിലുണ്ടെങ്കിലോ, ആ ഉള്ളിൽ കളിക്കുന്ന ഉണ്ണി സുഖമായിട്ട് കളിച്ചോളുകയല്ലേ അവിടെ ഇരുന്ന്. നമ്മളെ തല്ലാൻ വരുവോ? ഇല്ല. ഒരു കണക്കിന് പുറത്തൊരു ഉണ്ണി ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും. അപ്പോ എന്ന് പറഞ്ഞതുപോലെ ആ ശിവസ്വരൂപം ഏതാണെന്ന് തിരിച്ചറിയുമ്പോ ഈ പറയണതിലൊന്നും ഒരു അർത്ഥവും ഇല്ലാന്ന് ബോധ്യപ്പെടും. പക്ഷെ അവിടേക്ക് എത്തണത് വരെ എന്ത് വേണം? ഇതൊക്കെ വേണം. ഈ തിരുവൈക്കത്തെ ശിവനും തിരുനക്കരയിലെ ശിവനും ഏറ്റുമാനൂരെ ശിവനും പനച്ചിക്കാവിലെ അമ്മയും സുബ്രഹ്മണ്യ സ്വാമിയും എല്ലാവരും വേണം. എന്തുവരെ? ഈ അവിടേക്ക് എത്തുന്നത് വരെ. അതിനുള്ള പ്രാരംഭ നടപടിയായി പ്രാർത്ഥനയായാലും ജപമായാലും ക്ഷേത്ര ദർശനമായാലും അല്ലെ വഴിപാടുകളായാലും എല്ലാം അവിടേക്ക് എത്താനുള്ള ഉപാധികളായിട്ട് നമ്മൾ കൊണ്ട് നടക്കണതാണ്. കാരണം നമുക്ക് എത്താൻ പറ്റാത്ത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പുറമേ കിടന്നുള്ള ഓട്ടം കൊണ്ട് എല്ലാം നമ്മൾ പുറത്ത് കാണുന്നവരായതുകൊണ്ടാ. നമ്മുടെ എല്ലാം കണ്ണെങ്ങോട്ടാ? പുറത്തോട്ട്. ആരുടെയെങ്കിലും അകത്തോട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും കാണാൻ കഴിയാത്തതും കേൾക്കാൻ കഴിയാത്തതും അറിയാൻ കഴിയാത്തതും അനുഭവിക്കാൻ കഴിയാത്തതും. എപ്പോ നമ്മൾ ഉള്ളു തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ മാത്രമേ യഥാർത്ഥ സ്വരൂപത്തെ അറിയാനായിട്ട് നമുക്ക് സാധിക്കൂ. അപ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ശിവോഹം എന്ന് പറയാൻ പറ്റൂ. ആ ശിവനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ. അതുകൊണ്ട് ആ ഭാഗവതം പറയുന്നത് സത്യവസ്തുവിനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ പൂർണ്ണത കൈവരുള്ളൂ. ഏതൊന്നാണോ സത്യമായിട്ടുള്ളത് അതിനെ തിരിച്ചറിയാൻ കഴിയണം.
ആ സത്യവസ്തുവിനെ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ഭാഗവതം തുടങ്ങുന്നത്. ഇവിടെയും ഭഗവതി പറയണത് അതേ ഉള്ളൂ. എന്താണ്? ഞാനല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ അല്ലാതെ ഒന്നും ഇവിടെ കാണാനായിട്ട് കഴിയില്ല. ആർക്ക്? സർവത്തിലും ഈശ്വരനെ കാണാൻ കഴിയുന്നവർക്ക്. നമുക്കൊന്നീ ക്ഷേത്രം വേണം, അല്ലെങ്കിൽ ഒരു വിളക്ക് വേണം, അല്ലെങ്കിൽ ഒരു വിഗ്രഹം വേണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെ കാണാൻ കഴിയുള്ളൂ? ഈശ്വരനെ കാണാൻ കഴിയുള്ളൂ. അല്ലാതെ അങ്ങോട്ടിറങ്ങുമ്പോൾ ഇതുവഴി ഒരു നായ ഓടിപ്പോയാ ഭഗവതി നീ തന്നെയാണല്ലോ അതിലും ഉള്ളതെന്ന് പറയുമോ? അപ്പോഴേ എടുക്കും കരികലേച്ചികളോ ഒന്ന് നമ്മുടെ നേരെ വന്നില്ലേലും എടുത്തൊരു ഏറ് കൊടുത്താൽ ഇപ്പോൾ ഒരു സന്തോഷം. ആ പട്ടി കയ്യോന്നൊന്ന് വെച്ചപ്പോൾ നമുക്ക് സന്തോഷം, നമ്മുടെ ഏറ് കൊണ്ടല്ലോ നാരായണ, അല്ലേ? നമ്മൾ അങ്ങനെ സുഖം കണ്ടെത്തുന്നവരാ. മറ്റുള്ളതിനെ ദ്രോഹിച്ചും അല്ലേ അതിന്റെ സങ്കടം കണ്ടും സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. കാരണം നമ്മുടെ മനസ്സത്ര വൈകൃതമായതുകൊണ്ട് ഇല്ലേ. ഞാൻ പറയാറുണ്ട്, നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയാറുണ്ടോ? ഇന്ന് വരെ മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടുള്ളവരെന്ന് കൈവക്കുകയും ഞാൻ മനസ്സറിഞ്ഞ ചിരിച്ചിട്ടുള്ളതല്ല എന്ന് പറയാൻ പറ്റുന്നവരെന്ന് കൈവക്കുകയും മനസ്സറിഞ്ഞ് കരഞ്ഞിട്ടുള്ളവരെന്ന് കൈവക്കുകയും മനസ്സറിഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എങ്കിൽ രക്ഷപ്പെട്ടു. ആ കരച്ചിലെങ്കിലും മനസ്സറിഞ്ഞ് കരയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിജയത്തിന്റെ ലക്ഷണമാണ്. എന്താ കാരണം? മറ്റൊന്നും നോക്കാതെ ആർത്തലച്ച് കരയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആർത്തലച്ച് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സുഖമല്ല. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പോഴും ആർക്ക് വേണ്ടിയാ ജീവിക്കണേ? വല്ലവനും വേണ്ടിയിട്ടാ. ഇനി നമുക്ക് വേണ്ടി എന്നാ ജീവിക്കാൻ തുടങ്ങുക? ഒരു 65-70 കഴിഞ്ഞവരെല്ലാം ഒന്ന് കൈവക്കിക്കുക. നോക്കട്ടെ എത്ര വേണ്ടെന്ന്. ഒരാളെ ഉള്ളോ? പ്രായം പറയാൻ പേടി, എല്ലാവർക്കും നാണക്കേട്, എല്ലാവർക്കും. ആ ഈ യജ്ഞം തീർന്നാ പിന്നെ ഇവിടെ പെരുന്നേ കാണരുത്. ഈ നവായജ്ഞം തീർന്നു കഴിഞ്ഞാൽ അപ്പോഴേ പെരുന്നേന്ന് വെക്കണം. എങ്ങോട്ടാ പോകാൻ വയ്യാത്തെ? എങ്ങോട്ടാ പോകാൻ കഴിയാത്തെ? എന്താ പോകാൻ വയ്യാത്തെ? ഭർത്താവിനെ നമുക്ക് 70 ആവുമ്പം ഭർത്താവിന് എന്തായാലും 2 വയസ്സെങ്കിലും കൂടുതൽ കാണുമല്ലോ. ഇവിടെ ഇരുന്ന ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇവിടെ ഇരുന്ന ആരോഗ്യ പ്രശ്നമുണ്ടോ? അത് നമ്മുടെ തോന്നല. ഈ ആരോഗ്യ പ്രശ്നം എവിടെ പോയാലും ഉണ്ടാവും, ഇല്ലേ? ആണോ അല്ലയോ? ഇപ്പൊ നമ്മൾ ആരോഗ്യ പ്രശ്നത്തെ നമ്മൾ ശരിക്കും പറഞ്ഞ ഇങ്ങനെയൊക്കെ വേണം ചിന്തിച്ചു പോവാൻ. ഈ ആരോഗ്യ പ്രശ്നം ആർക്കാ? മനസ്സിന്, ശരീരത്തിനല്ലേ? അല്ലേ? മനസ്സിനല്ലല്ലോ. അല്ല, ഈ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാ നേരിടാൻ നോക്കണേ? മെഡിസിൻ കഴിച്ചോണ്ട് അല്ലേ? എന്തിനാ സത്യത്തിൽ ഈ മെഡിസിൻ കഴിക്കണം? എന്തിനാ? ജീവൻ നിലനിർത്താനല്ല. മെഡിസിൻ കഴിച്ചുകൊണ്ട് ജീവൻ നിലനിൽക്കില്ല. ഈ ശരീരത്തെ നിലനിർത്താനൊരു പോളിസിയാണ്. അതായത് ഈ ശരീരം താഴെ വീഴാതെ മരണം എന്നൊന്ന് പെട്ടെന്നൊന്നും വരാതെ ഇരിക്കുവാനുള്ള ഒരു ഉപാധിയാണ് ഏത്? ഈ മെഡിസിൻ കഴിക്കണതാണോ അല്ലയോ? അല്ലേ? ഇപ്പൊ നമ്മൾ പറയുന്ന മരുന്ന് കഴിച്ചില്ലെങ്കിൽ താഴെ വീണാൽ ആര് നോക്കും? ഇതല്ലേ നമ്മുടെ വിഷയം? ആണോ അല്ലേ? നമ്മളെ നോക്കാൻ ആരുമില്ല എന്നൊരു ധാരണ നമ്മളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ഉള്ളിൽ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നെ നോക്കാൻ ആരും ഇല്ല. അല്ലെങ്കിൽ കാശുണ്ട്, അതുകൊണ്ട് നമുക്ക് ആരെ നിർത്താം? ഹോം നേഴ്സിനെ നിർത്താം. ശരിയാണ്. ഈ ഹോം നേഴ്സിനെ നിർത്തിയ ഹോം നേഴ്സ് വേണ്ടവണ്ണം നോക്കുന്നുണ്ടോ? ഉറപ്പുപോലെ ഉണ്ടോ? നമുക്ക് പൊങ്ങാൻ വയ്യാത്ത കണ്ടീഷൻ അവൾക്ക് അല്ലെങ്കിൽ അവൻ അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മളെ ചെയ്യാൻ കാശും മേടിക്കുകയും ചെയ്യും, ഇല്ലേ? ആണോ അല്ലയോ? അപ്പൊ പിന്നെ എന്തിനകത്താ നമുക്ക് ഉറപ്പുള്ളേ? അതേസമയം ഈ ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ എന്റെ കർമ്മഫലമാണ്.
അത് ഈശ്വരൻ നോക്കിക്കോളും കർമ്മഫലത്തിനനുസരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പോകേണ്ട വഴിക്ക് ഞാൻ പോകാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എത്തിക്കേണ്ടതാണ്, എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. എന്തേ അങ്ങനെ ചിന്തിച്ചുകൂടെ നമുക്ക്? ഒന്ന് പോകാൻ വഴിയില്ല, പോകാൻ വഴി ഇഷ്ടം പോലുണ്ട്. ചോദിക്കും ആശ്രമങ്ങളാണോ? ഒരാശ്രമത്തിലും പോണമെന്നില്ല. പിന്നെ എവിടെ പോകും? നമ്മൾ എങ്ങോട്ട് പോകേണ്ടവരാ അതറിയാമോ? നമ്മൾ എങ്ങോട്ട് പോകേണ്ടവരാന്നറിയാമോ? നമ്മൾ വടക്കോട്ട് പോകേണ്ടവരാ അല്ലേ? പക്ഷെ നമ്മൾ പോകുന്നതല്ല എങ്ങോട്ടാ? തെക്കോട്ടാ. അതുകൊണ്ടാ വട്ടക്കിറങ്ങി വീണ്ടും ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കണത്, അതും എന്റെ മുമ്പില് അല്ലേ? അപ്പോ ആ ഒരു നടപ്പ് വടക്കോട്ട് നടന്നാ പറ്റുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടൊക്കില്ലെങ്കിലും വടക്കോട്ടൊന്ന് നടക്കാൻ ശ്രമിച്ചാൽ എത്തുന്നിടം വരെ എത്തൂലേ? ഇല്ലേ? ഇപ്പോ പറഞ്ഞു ആരോഗ്യസ്ഥിതി മോശം, വീട്ടിൽ തന്നെ ഇരിക്കല്ലോ, എന്തായാലും പുറത്തിറങ്ങുമല്ലോ ഇല്ലേ? മുറിക്കകത്ത് തന്നെ ഇരിക്കുന്ന ഒരാളാവില്ല, ഉണ്ടോ? അല്ല, പുറത്തിറങ്ങുന്ന ആളാണ്. ആ പോണ വഴിക്കാ വീഴുന്നെങ്കിൽ എന്ത് ചെയ്യും? മുറ്റത്തോട്ടിറങ്ങി അല്ലെ റോഡിലോട്ടിറങ്ങി നടക്കാൻ ഇറങ്ങുന്ന വഴിക്കാണ് വീഴണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ ശരീരം ഏത് സമയത്ത് എവിടെ വീഴും നമുക്ക് വല്ല നിശ്ചയമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ ഭയപ്പെട്ടിട്ട് എന്ത് കാര്യമാണല്ലേ? ചിന്തിക്കണ്ടേ? നമുക്ക് ഉള്ള കുഴപ്പം നമ്മൾ ഓരോന്നിനെയും ഭയപ്പെട്ടിരിക്കണതാ. ഈശ്വരന്മാരെ ആണെങ്കിലും നമ്മൾ ഭയപ്പെട്ടാ ജീവിക്കണേ അല്ലേ? ഇവിടുത്തെ അമ്മയുടെ മുമ്പിൽ വന്ന് എന്താടി തള്ള നീ പിടിക്കണമെന്ന് ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റുമോ? നീ എന്തോ ഇരിക്കുവാടി ഇവിടെ, നിനക്ക് വേറെ ഒരു പണിയില്ലയോ? നീ എന്തോ കണ്ടോണ്ടിരിക്കുക, നീ വലിയ ഹക്ക് എന്തോന്നാന്ന് പറയുന്നു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. നമുക്ക് മുട്ട് കൂട്ടിയിടിക്കും. നാരായണത്ത് ഭ്രാന്തൻ കാളിയോട് എന്താ പറഞ്ഞു? നീ കാളിയോ കൂളിയോ എന്തോ ആയാലും എനിക്കെന്തോ, നീ അവിടെ ഒരു മൂലിക്കരുതോ, ഞാനിവിടെ എങ്ങനെ പറയാൻ പറ്റി? അതും ഭദ്രകാളി അല്ലായിരുന്നു, അല്ലെ ശ്മശാന കാളിയായിരുന്നു. ഭദ്രകാളിയേക്കാൾ കുറച്ചുകൂടെ രൗദ്രഭാവമാണ് ശ്മശാന കാളി എന്ന് പറയുന്നത്. അപ്പൊ അവരോട് എങ്ങനെയാ നാരായണത്ത് ഭ്രാന്തന് പറയാൻ പറ്റുക നീ ഓടി പിന്നെ വിളയെന്ന്? ഭ്രാന്തനല്ലായിരുന്നു. അവിടെയാണ് നമുക്കാ ഭ്രാന്ത്. നാരായണത്തിന് ഭ്രാന്തേ ഇല്ലായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ ഭ്രാന്തനാക്കിയ പരമജ്ഞാനിയായിരുന്നു നാരായണത്ത്. പന്തിരുകുലത്തിൽപ്പെട്ടതിൽ ഏറ്റവും മഹാജ്ഞാനിയായിരുന്നു ചോദിച്ചാൽ നാരായണത്തായിരുന്നു എന്ന സത്യം. പക്ഷെ നമുക്ക് ഭ്രാന്തന്മാരായതുകൊണ്ട് അദ്ദേഹം കാണിക്കെന്താന്ന് പിടികിട്ടാത്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്തിനാക്കി? അത്രേ ഉള്ളൂ. യാഥാർത്ഥ്യ സ്വരൂപത്തിൽ ഇരുന്നവനെ ഭ്രാന്തന്മാരെല്ലാം കൂടി ഭ്രാന്താന്ന് വിളിച്ചപ്പോ അത് ഭ്രാന്തനായിട്ട് മാറിയതാ. സത്യത്തിൽ നാരായണത്തിന് ഭ്രാന്തേ ഇല്ലായിരുന്നു. കാരണം നമുക്ക് കാണുമ്പോ കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ശ്മശാനത്തിൽ വാസം എന്ന് വേണ്ട കാണിക്കുന്ന മുഴുവൻ കോപ്രായങ്ങള് നമ്മള് ബുദ്ധിമാന്മാരെന്ന് വിചാരിച്ചിട്ടിരുന്ന് നോക്കുമ്പോ അതൊന്നും നമ്മുടെ തലയ്ക്കകത്ത് കേറിണില്ലാത്തതുകൊണ്ട് നമ്മൾ അവനെ വിളിച്ചു ഭ്രാന്താന്ന്. നാളെ ഞാൻ ഇവിടുന്ന് 2 നാട്ടവും പാട്ടവും ചാട്ടവും പോയാൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? അയ്യോ സ്വാമിക്ക് വട്ടളകി കേട്ടോ, സ്വാമി കണ്ട് ഇന്നലെ ഇരുന്ന് വലിയ തത്വജ്ഞാനം പറഞ്ഞ് മാറ്റി, അതുകൊണ്ട് ഇപ്പൊ വട്ടളകി തുള്ളിച്ചാടി പോന്നെ കണ്ടെന്ന് പറയും ഇല്ലേ? അതേ ഞാൻ കുറെ കഴിയുമ്പോൾ ചിരിച്ച് ഇവിടെ വന്നിരുന്ന് കഥ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? ഇത്ര പെട്ടെന്ന് നിങ്ങൾ വട്ട് മാറിയോ എന്നീ പറയും. കാരണം എന്താ? നമുക്ക് വട്ടായോണ്ടാ. കാരണം ഞാൻ എന്താ കാണിച്ചതെന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ആരാക്കി? വട്ടനാക്കി. സത്യത്തിൽ ഭൂമിയിൽ നടക്കുന്നത് അതാണ്. മനസ്സിന്റെ നിലവിട്ടവനല്ല ഭ്രാന്തൻ, മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിയവനായ യഥാർത്ഥ ഭ്രാന്തൻ. നമുക്കതില്ലാത്തത് കൊണ്ട്, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സത്യത്തിൽ ഭ്രാന്തന്മാരാണ്. മനസ്സിനെ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് നടക്കുന്നവന് ശരീരത്തെക്കുറിച്ച് ചിന്തയില്ല, ബുദ്ധി അടങ്ങിയവന് ശരീര ചിന്തയില്ല, ബോധമില്ല, ശരീരബോധമില്ല. അതുകൊണ്ട് അവൻ എന്തും കാണിക്കും. നമുക്ക് ഈ ശരീരബോധം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോയാൽ വീഴുമോ, ഇങ്ങോട്ട് പോയാൽ വീഴുമോ, എവിടെ വരെ ചെല്ലും, കഴിച്ചില്ല. ഈ കഴിഞ്ഞ ജനുവരി തൃശ്ശൂർ ഒരു ശിവപുരാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായി.
നാവിലൊരു കുരു വന്നു, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കി പ്രഭാഷണത്തിന്. ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ട്, അവിടെ യജ്ഞശാല എക്സേരിയം വരുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം എനിക്കൊരു മരുന്ന് എഴുതുന്നത്, ഞാനത് മേടിച്ചു, കഴിച്ചിട്ട് കുറയില്ല. അപ്പം പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ 11 ദിവസമുണ്ട് ശിവപുരാണം, 3-4 ദിവസമായതേ ഉള്ളൂ, പിന്നെ ദിവസങ്ങൾ ഓടിപ്പോണം. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്തോ അങ്ങോട്ട് ശരിയാണ്, അപ്പോൾ ഇന്നാ വാ സ്വാമി, നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രഷർ നോക്കിയപ്പോൾ 240, 190. എന്നോട് ചോദിച്ചു, സ്വാമി എങ്ങനെയാ വന്നത്? ഞാൻ പറഞ്ഞു, കാറല്ലേ. ആരാ ഓടിച്ചത്? ഞാൻ പറഞ്ഞു, ഞാനാ ഓടിച്ചത്. എന്നോട് ഇങ്ങനെ നോക്കട്ടെ, എങ്ങനെയാ വന്നേ ഇത്രയും പ്രഷറും വെച്ചോണ്ട്? പറഞ്ഞു, പോന്നു. ശരി, വേഗം തന്നെ അങ്ങോട്ട് കിടന്നു, നമുക്ക് ട്രിപ്പ് ഇടാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ട്രിപ്പ് ഇട്ടു. എന്നിട്ട് 10-15 മിനിറ്റ് കൊണ്ട് ആ ട്രിപ്പ് തീർന്നു. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഉടനെ ഒന്നും തീരുന്ന സാധനം അല്ല ഇത്. കാരണം ഈ അരമണിക്കൂർ കഴിയുമ്പോൾ ഓരോ തുള്ളി വീഴുന്ന സാധനം. ഞാൻ ചോദിച്ചാൽ എപ്പോൾ തീരും സിസ്റ്റർ ചെയ്ത്? സമയം 4-5 മണിക്കൂർ എടുക്കും ഇത് തീരാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ നോക്കിയപ്പോൾ മണി 9:45. ഞാൻ പറഞ്ഞു, അത് സാരമില്ല, അവിടെ കിടക്കട്ടെ, ഞാൻ 10:30 ആകുമ്പോൾ പോകും കേട്ടോ എന്ന് പറഞ്ഞു. സിസ്റ്ററോട് ചെന്ന് ഡോക്ടറോട്, ഡോക്ടർ പുള്ളി 10:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞു. ഈ ട്രിപ്പ് ഇട്ട് ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, സ്വാമി ഒരു കാരണവശാലും പോകാൻ പറ്റില്ല 10:30 ആകുമ്പോൾ. ഈ ട്രിപ്പ് തീരാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. ഒന്നുകിൽ സ്വാമിയുടെ ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ സ്വാമിയുടെ ഒന്നി ഒരു വശം തളർന്നു പോകും, അല്ലെങ്കിൽ സ്വാമി തട്ടിപ്പോവും. ഞാൻ പറഞ്ഞു, രണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. 10:30 മണിക്ക് എനിക്ക് വേദി ചെല്ലണം. ആ 3/4 മണിക്കൂർ വീണ ട്രിപ്പ് അല്ലാതെ ഒരു സാധനം എന്റെ ശരീരത്തിലുള്ള. ഞാൻ 10:30 ആയപ്പം എഴുന്നേറ്റ് ഊരിപ്പിച്ച് വെച്ച് ഞാൻ എഴുന്നേറ്റ് വേദിയിൽ പോയി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പറ്റി. 11 ദിവസം ഭഗവാന്റെ കാരണം കൊണ്ട് ഭഗവാന്റെ കഥയിരുന്ന് പറഞ്ഞു. തിരിച്ചു വീട്ടിൽ വന്നു. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ 180, 190, 150, 140 അങ്ങനെ നിൽക്കുക. ചെല്ലുന്നവരെല്ലാം ചോദിക്കും, സ്വാമി മരുന്ന് കഴിക്കാൻ തുടങ്ങിയ? ഗുളിക കഴിക്കുന്നേ ഇല്ലേ? കഴിക്കണം. ഞാൻ പറയണം, ഇതെപ്പോഴാ കൂടുന്നത്? കൂടുമ്പോൾ കൂടട്ടെ, വീഴുമ്പം വീഴട്ടെ. ഞാൻ ഗുളിക കഴിച്ചാലും വീഴേണ്ടതാണേ വീഴും, തളരേണ്ടതാണേ തളരും, പൊട്ടേണ്ടതാണേ പൊട്ടും. ആണേ, ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ ഇന്ന ഗുളിക കഴിച്ചാൽ ഇന്ന അസുഖം വരില്ല എന്ന്? പറ്റുമോ? അപ്പൊ കഴിച്ചാലും വീഴേണ്ടതാണേ വീഴും, കഴിച്ചില്ലേലും വീഴേണ്ടതാണെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ മരുന്നിനോടെ കാശുള്ള കാര്യമുണ്ട്? ജനുവരി മുതൽ ഇപ്പൊ ഇത് മാസം ഏതായി? ജൂൺ 19 കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴും ഉണ്ട് 100, 150. ഞാൻ പറഞ്ഞു, അവിടെ കിടന്നോട്ടെ, തൊട്ടിട്ടില്ല മരുന്ന്. അങ്ങേരുടെ കഥ പറഞ്ഞ് നടക്കുന്ന എന്നെ നടത്താനുള്ളവനാണ് അങ്ങേര് കൊണ്ട് നടത്തും, വീഴ്ത്താനുള്ളതാണ് അങ്ങേര് കൊണ്ട് എന്ന് വീഴ്ത്തും. രണ്ടായാലും അങ്ങേർക്ക് ഉത്തരവാദിത്വം, എനിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല. ഭഗവാൻ സത്യം ഞാൻ പറയാം. ഞാൻ തമാശയായിട്ട് നിങ്ങളെ ഇത് ചെയ്യാൻ പറഞ്ഞതല്ല. ഈ സെക്കൻഡ് വരെ പ്രഷറിന് ഞാൻ ഗുളിക തൊട്ടിട്ടില്ല. ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് പോയി നോക്കുമ്പോൾ ഡോക്ടർമാർ പറയുന്നു ഗുളിക കഴിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ചിരിച്ചേച്ചു പോയി. അമ്മയും പറയും, മക്കളെ ഗുളിക കഴിക്കണം. ഓ ആയിക്കോട്ടെ. വീഴാനുള്ളത് ആര് പിടിച്ചു നിർത്തിയാലും എന്ത് ചെയ്താലും വീഴാനുള്ളത് വീണിരിക്കും. പിന്നെന്തിനാ ഭയം? അല്ലെങ്കിൽ ശരീരം കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല, പിന്നെ ഇത് ഒത്തിരി പിടിച്ചു വെച്ചിട്ട് എന്താ പ്രയോജനം? ഉണ്ടോ? ഈ ശരീരം കൊണ്ട് എന്റേതായ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ ശരീരത്തെ എനിക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയണതില്ല എങ്കിൽ പിന്നെ ഈ ശരീരത്തെ ഇത്രമാത്രം നിലനിർത്തേണ്ട ആവശ്യകത എന്താണല്ലേ? നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഇതെന്തായാലും നശിച്ചു പോണ സാധനം അല്ലേ? ആണോ അല്ലേ? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ട് ആ പഞ്ചഭൂതത്തിൽ അടങ്ങിത്തീരേണ്ട ഈ ശരീരത്തെ നമ്മൾ ഏതെല്ലാം വിധത്തിൽ പരിപോഷിപ്പിച്ചെടുത്താലും, ഏതെല്ലാം ബ്യൂട്ടി പാർലറിൽ പോയാലും, എന്തെല്ലാം തലയെ തൂത്താലും, എത്ര പല്ല് കളഞ്ഞു വെച്ച് പുതിയ പല്ല് വെച്ചാലും, എന്തെല്ലാം ചെയ്താലും വീഴേണ്ട സാധനമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അത്യാവശ്യം ശരീരത്ത്
വേണ്ടതൊക്കെ ചെയ്യുകയും വേണം. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ശരീരത്തിനോട് മാത്രമുള്ള നമ്മുടെ ഒരു വിധേയത്വം അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അധപ്പതനത്തിലാണ്. നമ്മൾ സൗന്ദര്യം കൂട്ടാൻ പോണത് ബ്യൂട്ടി പാർലർ അല്ലേ? അല്ലേ? ആണോ? അല്ലേ? നമുക്കുള്ള സൗന്ദര്യം പോരാ, ഇച്ചിരൂടെ എന്തൊക്കെയോ ആക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ചെന്ന് കയറേണ്ടത് എവിടെയൊക്കെയാണ്? ബ്യൂട്ടി പാർലറിലേക്കാണ്. എത്ര നേരം നിലനിൽക്കും അവിടെ ചെയ്ത മേക്കപ്പ്? പറയൂ. ഒരു ബ്യൂട്ടി പാർലറിൽ പോയാൽ അവിടെ ചെയ്യണ മേക്കപ്പ് എത്ര നേരം നിലനിൽക്കും? ഒന്ന് മുഖം കഴുകുന്നത് വരെ. ആണോ അല്ലയോ? മുഖം കഴുകി കഴിയുമ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന അതേ ഇതെവിടെ വരും? മുഖത്ത് വരും. അപ്പൊ പിന്നെ അത് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ സ്വരൂപത്തിന് എന്തെങ്കിലും മാറ്റം ഇനി പോട്ടെ. മുഖത്ത് ബ്യൂട്ടി ഫേസ് എന്തായാലും പറയുന്നത് എന്തോ ഫേഷ്യൽ എന്തുവാ ഏതാണ്ടൊക്കെ ചെയ്ത് നമ്മൾ മുഖത്ത് കുറെ സൗന്ദര്യം കൂടുതൽ വരുത്തി ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കണ്ണൊക്കെ വലിയ എഴുതി പീലിയൊക്കെ നല്ല ബൊക്കിയും വെച്ച് എല്ലാം വെച്ചിട്ട് നമ്മുടെ സ്വഭാവം മാറുന്നില്ല. പിന്നെ എന്ത് മേക്കപ്പ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളേ? ശരിയാണോ ഞാൻ പറയണേ? സൗന്ദര്യവർദ്ധകമായ വസ്തുക്കൾ ശരീരത്തിന് പുറമേ വെച്ച് പുലർത്തിയിട്ട് ഉള്ളിൽ നിന്നുണ്ടാവുന്ന സ്വഭാവത്തിന് യാതൊരു വിധമായ മാറ്റമോ നമ്മുടെ പ്രവൃത്തിക്ക് യാതൊരു വിധമായ മാറ്റമോ ഉണ്ടാകുന്നില്ലെങ്കിൽ ബാഹ്യമായ മേക്കപ്പിൽ എന്തർത്ഥമുള്ളേ? അപ്പൊ മേക്കപ്പ് ഇട്ട് കൊടുക്കേണ്ടത് എവിടെയാണ്? അപ്പൊ നാളെ മുതൽ ബ്യൂട്ടി പാർലർ ചെന്ന് എന്തോ പറയണം? എന്റെ മേക്കപ്പ് മുഴുവൻ എവിടെ ഇട്ടാ? ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരുത്തി ചോദിച്ചില്ലേ അങ്ങാണ്ട് എന്തോ മൈലാഞ്ചി ഇട്ട് കൊടുക്കാമോ എന്ന് പറഞ്ഞ പോലെ എന്ന് പറയരുത്. എന്നെ ചീത്ത വിളിപ്പിക്കരുത്. ഞാൻ മേക്കപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ ഇടുന്ന ഫേഷ്യലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മേക്കപ്പ് ചെയ്ത് എടുക്കേണ്ടത് മനസ്സിനെയാണ്, നമ്മുടെ ചിന്തകളെയാണ്, നമ്മുടെ വാക്കുകളെയാണ്, നമ്മുടെ പ്രവൃത്തികളെയാണ്. അപ്പോ പുറമേ ഉള്ള മേക്കപ്പിലല്ല കാര്യം, അകം മേക്കപ്പ് ചെയ്ത് എടുക്കണം. ഞാൻ പറയണത് പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവണുണ്ടോ ഞാൻ പറയണേ? അപ്പോ ശരീരം വീഴുമെന്നോർത്തെങ്ങും പോകാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ശരീരം വീഴാനുള്ളത് എവിടെ ഇരുന്നാലും വീഴും. കാരണം ഈ ഭൗതികമായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചാലും അതിനെയൊക്കെ നമുക്ക് അനുഭവവേദ്യമാണെന്ന് ചിന്തിച്ചാലും അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെ ഓർക്കുമ്പോ മനസ്സിനെ എങ്ങോട്ട് കൂടുതൽ നയിക്കുക? ഈശ്വരത്വത്തിലേക്ക് കൂടുതലാണ്. അപ്പൊ ചോദിക്കും, ഇവിടെ ഇരുന്നാൽ അത് പറ്റില്ലേ? നമ്മളെ പോലെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഈശ്വരങ്കിലേക്ക് മനസ്സിനെ അടുപ്പിക്കാൻ സാധ്യമാവില്ല. ഇപ്പൊ ഇതിവിടെ ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോ നമ്മുടെ കണ്ണ് എത്ര പ്രാവശ്യം അതിന്റെ പുറകിന് പോയില്ല? അവൻ കാണിക്കുന്ന ഓരോ ഇതും നമ്മൾ കണ്ടിട്ട് അവന്റെ പിന്നാലെ ഞാൻ ഉൾപ്പെടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് ഈശ്വരങ്കിലേക്ക് എത്തിക്കാൻ കഴിയുക? അപ്പൊ ചോദിക്കും, ഇവിടുന്ന് പോയാ പറ്റില്ല? കുറെ കൂടെ പറ്റും. എന്താ കാരണം? സജ്ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം കൊണ്ട് മനസ്സിനെ, ഇതിപ്പോ വർഷത്തിൽ ഒരിക്കലേ നമുക്കൊരു സമ്പർക്കം ഉണ്ടാവണുള്ളൂ. ആരുമായിട്ട്? സജ്ജനങ്ങളുമായിട്ട്. അല്ലെങ്കിൽ ഇതുപോലൊരു സത്സംഗം നടക്കുന്നത് വർഷത്തിൽ 1 or 2 ഉള്ളൂ അല്ലേ? ഒരു സപ്താഹം, ഒരു നവാഹും, അത്രേ ഉള്ളൂ. അപ്പോ ഈ വർഷത്തിൽ 1 or 2 ഇതുകൊണ്ട് സാധ്യമാക്കുന്നതിന് നിരന്തരമായ രീതിയിൽ നമുക്ക് സത്സംഗങ്ങളിലേക്ക് ഏർപ്പെടാൻ കഴിഞ്ഞാൽ മനസ്സിനെ ഒരു പരിധി വരെ നമുക്ക്. അതുകൊണ്ടാണ് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തിയും പറഞ്ഞു. അല്ലേ? അവിടെ പോയി കസാര പോയി, അവിടെ ഒരു കസാര ഇട്ടിരി, ഇവിടെ ഒരു കസാര ഇട്ടി, ഇവിടെ ചെല്ലേ, ഇവിടെ ഒരു കസാര ഇട്ടിരുന്നേ.
അപ്പൊ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ആ സത്സംഗം നിരന്തരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ശൗനകാദി മഹർഷിമാര് പറഞ്ഞത് എന്ത്? ഹേ സൂത, അങ്ങ് വന്നത് നന്നായി. എന്താ കാരണം? ഈശ്വരീയമായ കഥകളെ കേട്ടുകൊണ്ട് ഈ കർമ്മമാണ് ചെയ്യുന്നത്, സ്വർഗം കിട്ടാനാണ് ചെയ്യണത് എങ്കിൽ പോലും ഈശ്വരീയമായ കർമ്മങ്ങളുടെ അല്ലെങ്കിൽ ആ കഥകളെ കൂടി കേട്ടുകൊണ്ട് ഇതിൽ പങ്കാളികളാവാൻ കഴിയുക എന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ടാ പറയണത്, യജ്ഞങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നെങ്കിൽ അതിൽ പരം ഒരു സൽക്കർമ്മം വേറെ അല്ലെ ഭാഗ്യം വേറെ ഇല്ല എന്ന് പറയണത്. എന്തുകൊണ്ടാ? നമുക്ക് എത്ര പേർക്കാ പറ്റണേ? ഇനിയിപ്പം നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ ഇവിടെ ഇരുന്ന പരസ്പരം നിങ്ങളൊന്ന് നോക്കി വെച്ചോണം. 9 ദിവസവും എത്ര പേർക്ക് മുടങ്ങാതെ ഇവിടെ വരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. ഒൻപത് ദിവസവും മുടങ്ങാതെ എത്ര പേർക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊള്ളുക. എല്ലാവർക്കും സാധ്യമാകത്തില്ല. എന്താ കാരണം? എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാക്കി. എന്താ കാരണം? കർമ്മഫലമാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കേണ്ട സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാല്. ആ കർമ്മമാകുന്ന മുതല എന്നെ പിടിച്ച് ഇങ്ങനെ എന്തോ ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ വരണമെങ്കിൽ നമുക്കതിനൊരു താല്പര്യം ഉണ്ടാവണ്ടേ? കിണറ്റിൽ കിടക്കുന്ന ഒരുവനെ പിടിച്ച് കരകയറ്റണമെങ്കിൽ കിടക്കുന്നവനോട് തീരുമാനിക്കണ്ടേ എനിക്കൊന്ന് കരകയറണമെന്ന്? നമുക്ക് അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടോ? നമുക്കൊരു ഉദ്ദേശമില്ല. നമുക്ക് എങ്ങനെയും ഉന്തിത്തള്ളിയൊക്കെ ഇങ്ങനെ അങ്ങ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ നമുക്ക് ദുഃഖം മാറാത്തത്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ദുഃഖമാവുന്നതിന്റെ കാരണം അതാ. കാരണം നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറണമെന്ന് യാതൊരു വിധമായ ആഗ്രഹവും ഇല്ല. പറയും ഭാഗവത ഉപദേശം കൊടുക്കേണ്ടത് മുമുക്ഷുക്കളായിട്ടുള്ളവരെന്നാ. മോക്ഷം വന്നവർ വേണം ഭാഗവത ഉപദേശം കൊടുക്കാൻ. ആർക്ക്? അവിടെ അതിന്റെ വിഷയം. ജീവൻ മുക്ത അവസ്ഥ എത്തണമെന്ന് മുമുക്ഷത്വത്തിന് ആഗ്രഹമുള്ളവർക്ക് തന്നെ. നമുക്ക് കണ്ട ആഗ്രഹമുണ്ടോ? നമുക്ക് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹം വല്ലതും ഉണ്ടോ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ സ്വാമി എന്നാ ഓരോരുത്തർ പറയുന്നത്. കാരണം നമ്മുടെ ചിന്ത തട്ടിപ്പോയി കഴിയുമ്പോൾ കിട്ടുന്ന മോക്ഷം എന്നാ. മോക്ഷം മരണശേഷം കിട്ടണമെന്നല്ല. ആവാഹിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തി പിന്നെ ഒരു തിലഹോമം നടത്തിയാൽ കിട്ടുന്നതല്ല മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നേടിയെടുക്കേണ്ട ഒന്നാ. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹത്തോലിനുള്ള ക്ഷയം. ഒന്നിനോടും യാതൊരു വിധമായ മോഹവും ഇല്ലാതെയാവുന്ന അവസ്ഥ, ഒന്നിനോടും യാതൊരു വിധമായ ആഗ്രഹവും ഇല്ലാതെയാവുന്ന അവസ്ഥ. പ്രാപഞ്ചികമായ ഒരു വസ്തുക്കളിലും മോഹം തോന്നാൻ പാടില്ല. നമുക്കിപ്പോ എന്തിനോടൊക്കെയാ മോഹം അല്ലേ? നമുക്ക് മോഹം പോയിട്ടുണ്ടോ? നമ്മൾ പറയണേ അച്ഛന് മോക്ഷം കിട്ടിയെന്ന്. എങ്ങനെ? തിരുവല്ലത്താ കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന് മോക്ഷം കിട്ടുന്നത്. അച്ഛന് മോശം കിട്ടിയിട്ടുണ്ട്, മോക്ഷം കിട്ടിയിട്ടില്ല, മോശം കിട്ടിയിട്ടുണ്ട്. എന്താ നമ്മൾ ചെയ്തത്? അത്രയ്ക്ക് നല്ല പ്രവൃത്തിയായിട്ട്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ നേടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരുവന് മാത്രമേ മോക്ഷം എന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. അല്ല ചത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്ന സാധനമല്ല. ആർക്കും നേടിക്കൊടുക്കാൻ പറ്റണതൊന്നും അല്ല മോക്ഷം. അത് അവനവൻ സ്വയം മനസ്സുകൊണ്ട് നേടിയെടുക്കേണ്ട ഒരവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഒരാള് ഒരു കർമ്മം ചെയ്തത് കൊണ്ടൊന്നും നേടിക്കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല മോക്ഷം. നമുക്ക് മിഥ്യാധാരണകൾ ഒരുപാടുണ്ട്. മനസ്സിലാവില്ലേ? അപ്പൊ മോക്ഷാവസ്ഥ എന്ന് പറയുന്നത് അവിടേക്ക് എത്തണം നമ്മള്. ഇത് നമ്മുടെ പ്രവൃത്തികളെല്ലാം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു വെച്ചിട്ട് നമുക്ക് മോക്ഷം കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് മനസ്സുകൊണ്ട് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തണം. കർമ്മങ്ങളെ ചെയ്ത് കർമ്മഠനായി പോവാതെ കർമ്മത്തിൽ നിന്ന് മുക്തനാവാൻ ശ്രമിക്കണം. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പരിധിയെ കണ്ടെത്തിക്കൊണ്ട് ആ കർമ്മത്തെ ഇല്ലാതെയാക്കാൻ കഴിയണം. കർമ്മഫലങ്ങളെ അനുഭവിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതുകൊണ്ടാ പറയാ, സർവകർമ്മങ്ങളും നാരായണങ്കൽ അർപ്പിക്കുക.
കാരണം സർവകർമ്മങ്ങളും നാരായണങ്കിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ കർമ്മഫലം അനുഭവിക്കേണ്ടി വരില്ല. ഇതിപ്പോ നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാത്തിലും അഭിമാനം കൊണ്ട് നടക്കുന്നവരാ നമ്മളല്ലേ. ഇന്നത്തെ എന്റെ വകയാണ് തീർന്നു ഇടപാട്. ഞാൻ ആ വിളക്ക് കൊണ്ട് കൊടുത്തേ, ഞാൻ ആ തൂണ് വെച്ചു കൊടുത്തേ, ഞാനാണ് അടിയിലത്തെ കല്ല്, ആദ്യത്തെ കല്ല് കൊടുത്തത് ഞാനാ. ഇനിയിപ്പോ അമ്പലം മണി വരാൻ പോവല്ലേ, ഇത് പണിയുന്നില്ലേ? നിങ്ങളല്ലേ എന്തെങ്കിലും കൈ വന്നിരിക്കാതെ മനസ്സിലാകാതെ? നിങ്ങൾക്കൊന്നും വേണ്ട ഈ ക്ഷേത്രം. നിങ്ങൾ മുന്നിട്ടിറങ്ങാതെ എങ്ങനെ അമ്പലം പണിയുന്നേ? നീ കാലാവധി ഒന്നും കാണത്തില്ല കേട്ടോ. ഞാൻ തറപ്പിച്ച് പറയുന്ന വാക്കായത്. ഈ 2026 കൂടെ ഒക്കെ ചിലപ്പം അനുവദിച്ച് കിട്ടുമായിരുന്നു. 2027 കടത്തി പോകാമെന്ന് ആരും വിചാരിക്കരുത്. സത്യം പറയുവാ ഞാൻ. ഇത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്കാം, 3 കൊല്ലത്തെ കാലാവധി ആ മാക്സിമം തരുള്ളൂ. ഇനി അറ്റം പോയ 26 കൂടെ സഹിക്കുമായിരിക്കും. 27 കിടന്ന് നിങ്ങളെ ചുമ്മാ കുത്തിയിരുത്തുമെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ തമാശ പറയണല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയണ വാക്കാം. 27 മുമ്പ് എങ്ങനെങ്കിലും അവരെ സ്വസ്ഥമായിട്ട് അവർക്ക് എവിടാണോ ഇരിക്കാൻ അർഹത, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ സ്വസ്ഥമായിട്ട് ഇരുത്തിക്കണം. അല്ലെ പണിവാളും. ഇത് നിങ്ങളെ ഭയപ്പെടുത്താനോ ഒന്നും പറയണതല്ല. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നിസ്സാരമല്ല ഈ സാധനം. ഞാനിപ്പോ ഒരു 6-7 കൊല്ലം കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനീ പറയുന്നത് ഒരു 6 കൊല്ലത്തോളമായി ഞാനിങ്ങനെ വട്ടം കറങ്ങി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ഒന്ന് കയറിയപ്പോ പിടികൂടിയതാ. അതറിയാവുന്നതുകൊണ്ട് പറയണതാണ്. മനസ്സിലാക്കിയത് ഒരു പരിധി വരെയെങ്കിലും ആ സ്വരൂപത്തിന്റെ ഒരു ഇതിനെ ശക്തിയെ അറിഞ്ഞതുകൊണ്ട് പറയണതാണ്. ഇറങ്ങി പുറപ്പെട്ട പണി പാടും. അതിനുള്ള അവസ്ഥ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ നിങ്ങൾ നോക്കിക്കോണം. കാരണം ഇരിക്കണത് വടക്കോട്ടും കൂടെ. അതാ ഏറ്റവും വലിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. സാധാരണ ഒരു ഭാവം അല്ല വടക്കോട്ടിരിക്കുന്ന ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാലേ പണി കിടക്കും, അല്ലെന്ന് നടക്കില്ല. നിങ്ങൾ വേണം അതിന് മുൻകൈ എടുത്തത് ഭാരവാഹികളെ കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികൾ ആരാന്ന് വെച്ചാൽ അവരെ കൊണ്ട് കൂടുതൽ ഉഷാറാക്കി ജയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. കാരണം ഇതിന്റെ ഗുണഫലങ്ങളെ അനുഭവിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അല്ലേ, ആണോ അല്ലേ? 16 മുന്നിട്ട് ഇറങ്ങണ്ടേ? നിങ്ങൾ തന്നെ ഇറങ്ങണം. ഇരുപത്താറോടൊക്കെ ചിലപ്പോൾ സഹിച്ചിരിക്കുമായിരിക്കും. 1 വർഷം കൂടെ ഒക്കെ മാക്സിമം. അതിനപ്പുറത്തോട്ട് പോയാൽ ചിലപ്പോൾ അവിടെ അതൊക്കെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ പറഞ്ഞു തരാനേ കഴിയൂ ഇല്ലേ? ഒരു സംഗതിയെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്തേ പറ്റുള്ളൂ? പറഞ്ഞു തരാനേ കഴിയും. അത് ചെയ്യണോ വേണ്ടയോ, അതിന്റെ ഗുണഫലത്തെ സ്വീകരിക്കണോ ദോഷഫലത്തെ സ്വീകരിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അപ്പൊ എന്തായാലും അതുകൊണ്ട് വിശക്കണില്ലേ? ഉണ്ണണ്ടേ? വേണം. പിന്നെ നാരായണിയുണ്ട്. അപ്പോ അതുകൊണ്ടാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്, സൂതപൗരാണിയോട് പറഞ്ഞ് അങ്ങ് വന്നത് നന്നായി. എന്താണ്? സത്സംഗത്തിനുള്ള സാധ്യതയുണ്ടല്ലോ. സത്സംഗത്തിന്റെ സാധ്യതയാണ് ജീവിതത്തിൽ ആദ്യം നേടിയെടുക്കേണ്ടത്. എവിടെയെല്ലാം സത്സംഗമുണ്ടോ അവിടെയെല്ലാം എന്തിനെ മാറ്റി വെച്ചിട്ടായാലും ശരി ആ സത്സംഗത്തിൽ പങ്കാളികളാണ്. കാരണം അതാണ് മുക്താവസ്ഥയ്ക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധി, നിത്യമായ സത്സംഗം. ഇപ്പൊ എന്തായാലും സൂതൻ കഥ പറയാൻ തുടങ്ങിയില്ല. സൂതൻ വന്നങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. സൂതനോട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൂതൻ കഥ പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഇന്നിപ്പോ മധ്യാഹ്നം അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് വൈകുന്നേരത്തേക്കൊക്കെ